ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആനിമി കിങ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് എപ്പിസോഡ് 6 ആണ്. എപ്പിസോഡ് 1 മുതൽ 5 വരെ കാണാത്തവരുണ്ട്, നമ്മളെ ചാനലിലുണ്ട്, വേഗം പോയി കണ്ടോളി. അപ്പോൾ നമ്മൾ ഇന്ന് നാറൂട്ടോ ഒരു ഡേഞ്ചറസ് മിഷന് പോണ ഒരു കഥയാണ്. അപ്പോൾ അവിടെ വെച്ച് നടക്കുന്ന സംഭവങ്ങളും അതെന്തൊക്കെയാണെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നേരെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മൾ 3 ചെക്കന്മാരെയാണ്. നമ്മൾ 3 ചെക്കന്മാർ ഏതോ മിഷനിൽ നിൽക്കുകയാണ്. കക്കാശി ആണെങ്കിൽ അവരോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇവ എല്ലാവരും അലേർട്ടായിട്ട് ഒളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആകാശത്തിലൂടെ മരത്തിന് മുകളിൽ കൂടെ ഒരു കറുത്ത രൂപം ചാടി പോകുന്നുണ്ട്, കണ്ണൊക്കെ തിളങ്ങുന്ന രൂപം. അപ്പോൾ കക്കാശി പറയും, ഞാൻ പറയുമ്പോൾ തന്നെ ഞാൻ റെഡി പറഞ്ഞാൽ നിങ്ങൾ അലേർട്ടായിട്ട് എന്തായാലും ചാടി പിടിക്കണമെന്ന് പറഞ്ഞതും അപ്പോൾ തന്നെ റെഡി എന്ന് പറയും. ഇവർ 3 പേരും ചാടും. അതെന്താ സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നായിരിക്കും, ഒരു കണ്ടമ്പൂച്ചായിരിക്കും. ഇതാണ് വരെ മിഷന്. ഇതിന് നറൂട്ടോ ആണെങ്കിൽ വളരെ മാന്ത് കൂത്ത് നൂളിലൊക്കെ കിട്ടും. സാസ്കി സാക്കുറ ആണെങ്കിൽ അത് നോക്കി നിൽക്കായിരിക്കും. നറൂട്ടോ വിചാരിക്കും, എന്തിൻ്റെ കേടായിരുന്നു എനിക്കിപ്പോൾ ഇവിടേക്ക് വരേണ്ടത്, ഇതിന് വരണ്ടില്ലായിരുന്നു വിചാരിച്ച് നിൽക്കായിരുന്നു. പിന്നെ ഇതിന് ശരിക്കും തോണറെടുത്ത് പൂച്ചനെ കൊടുക്കുന്നതായിരുന്നു ശരിക്കത്തെ മിഷൻ. അത് കൊടുക്കുമ്പോൾ തന്നെ ആ ഓണർ ഈ പൂച്ചനെ പിടിച്ച് ഒരു 5-6 ഉമ്മ അങ്ങ് വെക്കും. ആ ഉമ്മയെ തന്നെ പൂച്ച ചത്തുപോകുന്നുള്ള അവസ്ഥയിലെത്തും. അപ്പോൾ ഇവർ തമ്മിൽ പറയും, ഇതുകൊണ്ടാവും പൂച്ച ജീവനും കൊണ്ട് ഓടിയതെന്ന്. പിന്നെ നമ്മുടെ തേർഡ് ഒക്കാകാനായിരിക്കും കാണിക്കുക. നിങ്ങൾ അടുത്ത മിഷൻ എന്ന് പറയുന്നത് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് പൊട്ടാറ്റോ വഴുതനൊക്കെ അരിഞ്ഞു കൊടുക്കലാണെന്ന് പറയും. അപ്പം നറൂട്ടോ ചാടി മുമ്പിലേക്ക് വന്ന് പറയും, നിങ്ങളെന്താ നമ്മളെ കളിയാക്കുകയാണോ? ഈ പൊട്ടാറ്റോ അരിഞ്ഞു കൊടുത്തിട്ടൊക്കെ നമ്മൾ എന്ന് നിഞ്ച ആവാനാണ്? നിഞ്ച എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ മിഷനൊക്കെ തരണമെന്ന് പറയും. അപ്പം നമ്മൾ ഇറൂക്ക സെൻസൈ ചാടി എണ്ണിച്ചിട്ട് പറയും, ആദ്യം ചെറിയ ചെറിയ മിഷൻസാണ് ചെയ്യേണ്ടത്, പിന്നെയാണ് വലിയ വലിയ മിഷൻസ് ചെയ്യുക, എന്നാലും ഒരു വലിയ നിഞ്ച ആവുമെന്നൊക്കെ ഇറൂക്ക സെൻസൈ നറൂട്ടോക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പക്ഷെ നറൂട്ടോൻ്റെ വലിയ വായിൽ അതിനേക്കാൾ വലിയ നാവ് വെച്ച് അവൻ്റെ വായ അടങ്ങുന്നില്ല. ഈ നറൂട്ടോ ആണെങ്കിൽ വീണ്ടും വീണ്ടും സംസാരിച്ചു വന്നപ്പോൾ കക്കാശി അവൻ്റെ തലക്കിട്ടൊന്ന് കൊടുക്കും. പിന്നെ തേർഡ് ഹൊക്കാഗ പറയും, ഈ മിഷൻസൊക്കെ 4 രീതിയിൽ തരം തിരിച്ചിട്ടുണ്ട്: ABCD. എ റാങ്ക് മിഷൻസ് എന്ന് വെച്ചാൽ ഈ ഹൊക്കാഗമാർക്ക് ചെയ്യുന്ന വലിയ വലിയ മിഷൻസ്. ബി റാങ്ക് മിഷൻസ് എന്ന് വെച്ചാൽ ഈ മാസ്റ്റർമാരൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള മിഷൻസ്. സി റാങ്ക് മിഷൻസ് ആണ് സാധാരണ ഒരു ഷിനോബീസ് അങ്ങനെയുള്ളവർ ചെയ്യുക. ഡി റാങ്ക് മിഷൻസ് ആണ് നിങ്ങൾക്ക് തരുന്ന ഈ ചെറിയ ചെറിയ മിഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കി കൊടുക്കും. പിന്നെ ഈ ഡി റാങ്ക് മിഷൻസും എല്ലാ മിഷൻസ് ചെയ്യുമ്പോഴും അതിനനുസരിച്ചുള്ള കമ്മീഷനും കിട്ടും. നിങ്ങൾ ഇനിയും ചെയ്യേണ്ടത് ഡി റാങ്ക് മിഷനാണ്. അത് ആദ്യം പോയി മുഴുവനാക്കുന്നത് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെ നറൂട്ടോ ചന്തിയും തിരിച്ചു വെച്ച് വൈകുന്നേരം ഏത് നൂഡിൽസ് കഴിക്കാമെന്ന് ആലോചിച്ചിരിക്കുകയായിരിക്കും. നറൂട്ടോനോട് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് തേർഡ് ഹൊക്കാഗയ്ക്കും മനസ്സിലാകും. നറൂട്ടോ ആണെങ്കിൽ തിരിഞ്ഞ് നിന്നിട്ട്, ഞാൻ ഈ നൂഡിൽസാണ് വൈകുന്നേരം കഴിക്കാൻ പോകുന്നതെന്നൊക്കെ പറയും. അപ്പം തന്നെ തേർഡ് ഹൊക്കാഗയ്ക്കും കക്കാശിക്കൊക്കെ മനസ്സിലാവും ഇവൻ എന്തായാലും പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യവുമില്ലെന്ന്. അപ്പം തേർഡ് ഹൊക്കാഗെ പറയും, നിനക്ക് അത്രയും ഇഷ്ടമാണെങ്കിൽ ഞാൻ നിനക്കൊരു ബോഡി ഗാർഡായിട്ടുള്ള ഒരു മിഷൻ തരാമെന്ന് പറയും. ഇത് കേൾക്കണ്ടായിരിച്ച് നറൂട്ടോ ആണെങ്കിൽ അങ്ങോട്ട് നോക്കി നിൽക്കുമായിരിക്കും. പക്ഷേ കയറി വരികയാണെങ്കിലോ ഒരു മുഴുക്കുടിയനായിരിക്കും. ഈ മുഴുക്കുടിയൻ വന്ന സമയം തൊട്ട് തന്നെ ഇവരാണെങ്കിൽ ഇത് കണ്ട് അന്തം വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മുഴുക്കുടിയൻ വന്നപ്പോൾ തൊട്ടുന്നേ നറൂട്ടോൻ്റെ ടീമിനെ ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടാണെങ്കിൽ നറൂട്ടോ ആണെങ്കിൽ അന്തം വിട്ട് കുന്തം പോലെ ആകും. നറൂട്ടോക്കാണെങ്കിൽ ആകെ ചമ്മി ഐസാവും. നറൂട്ടോ പിന്നെ അപമാനിച്ചപ്പോൾ നറൂട്ടോ പറയും, ഇനി ഞാനായിട്ട് പുറത്തോട്ട് വരട്ടെ, നിന്നെ കൊന്ന് ജയിലിൽ പോയാലും എനിക്ക് വേണ്ടിയില്ല, ഞാൻ നിന്നെ കൊല്ലുമെന്നൊക്കെ പറയും. എനിക്ക് ആക്ച്വലി ഒരു പാല് നിർമ്മിക്കാനുണ്ട്, ആ പാല് നിർമ്മിക്കുന്നത് വരെ എൻ്റെ ബോഡി ഗാർഡായിട്ട് നീ വേണം എന്ന് പറയും. ഞാൻ വരില്ലെന്നൊക്കെ നറൂട്ടോ പറയുമെങ്കിലും അതാണ് നിൻ്റെ മിഷൻ എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതേ ടൈം തന്നെ കാട്ടിലൂടെ വലിയ എന്തോ ഒരു കറുത്ത സാധനം
അങ്ങോട്ട് ചാടി പോകുന്നതായിട്ട് കാണിക്കും. ഞാനല്ല പൊട്ടൻ, നിങ്ങളാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കണ്ട എല്ലാവരും പേടിക്കണം. ഞാൻ ചില്ലറക്കാരനല്ല, ഞാൻ നാറൂട്ടോ ഒസുമാക്കിയാണ്. ഭാവിയിൽ വലിയൊരു നിഞ്ച ആവേണ്ട ആളാണ്. എന്നെപ്പറ്റി നിങ്ങൾ ഇങ്ങനെ ഒന്നും ഒരിക്കലും പറയരുത്. ഞാൻ നാടിൻ്റെ അഭിമാനമാവേണ്ട ആളാണ്. അങ്ങനെ 1ന് 50 100 പറഞ്ഞ് നാറൂട്ടോ ആണെങ്കിൽ അവിടെ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ വേറെ ആരോ 2 ആൾക്കാർ നമ്മുടെ ആൾക്കാരെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതെന്തായാലും നമ്മളെ ആൾക്കാർ ഇപ്പോൾ കാണുന്നില്ല. നമ്മളെ കക്കാശി പറഞ്ഞു കൊടുക്കും, ആക്ച്വലി 5 നിഞ്ച കോണ്ടിനെൻറ്റ്സ് ഉണ്ട്. 5 നിഞ്ച കോണ്ടിനെൻറ്റ്സിൽ ഏറ്റവും കൂടുതൽ നിഞ്ചാസ് ഉള്ള കോണ്ടിനെൻ്റാണ് ഷിനോബി കോണ്ടിനെൻറ്റ്. ഈ ഷിനോബി കോണ്ടിനെൻറ്റിൽ റൂൾസ് റെഗുലേഷൻസ് ഇങ്ങനെയുള്ള ഒരു സംഭവം വർക്കാവില്ല. ഈ 5 കോണ്ടിനെൻറ്റും ഭരിക്കുന്ന അഥവാ നേതാക്കന്മാരാണ് ഹൊക്കാഗേസ് എന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ സാക്കുറക്കും നാരൂട്ടോക്കൊക്കെ പേടിയാകുന്നുണ്ട്. പക്ഷെ പുറത്ത് കാണിക്കില്ല. പിന്നെ ഇവർ നടന്നു പോകുന്ന വഴിക്ക് ഒരു വെള്ളക്കെട്ട് കാണും. വെള്ളക്കെട്ട് കാണുന്നത് സ്വാഭാവികമാണല്ലോ എന്ന് വിചാരിച്ച് അവലതിൻ്റെ സൈഡിൽ കൂടെ നടന്ന് നീങ്ങുമ്പോഴാണ് അതൊരു സാധാരണ വെള്ളക്കെട്ടല്ല. അതിലൂടെ ഒരുത്തൻ തലയിട്ട് പുറത്തോട്ട് വരും. അവനാണെങ്കിൽ ഒരു മുള്ളുള്ള ഒരു ചങ്ങല എടുത്തിട്ട് കക്കാശിനെ വലിഞ്ഞു മുറുക്കും. അടുത്ത സെക്കൻഡിൽ തന്നെ അവർ വലിച്ചു മുറുക്കി കക്കാശി മുറിഞ്ഞു മരണപ്പെടുക അവിടെ വെച്ച്. നറൂട്ടോൻ്റെ അടുത്തേക്കായിരിക്കും അവൽ അടുത്തത് വരിക. നറൂട്ടോൻ്റെ അടുത്തേക്ക് ഓടി വന്ന് നറൂട്ടോനായിട്ട് ചങ്ങലിടാൻ നോക്കുമ്പോൾ തന്നെ സാസ്കെ എയറിൽ ചാടി വന്നിട്ട് അവൻ്റെ കയ്യിലുള്ള 2 സ്റ്റാർ എടുത്തെറിയും. ആ സ്റ്റാർ കൊണ്ട് ചങ്ങല 2 കഷ്ണാവും. എന്നതിന് ശേഷം ഇവരെ മടക്കി ലോക്ക് സാസ്കെ അവരുടെ തലയിൽ നിന്ന് അത് പറഞ്ഞ് 2 അടിയും കൊടുക്കും. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പിന്നെ സാസ്കയെ ആക്രമിക്കാൻ വരുമെന്ന് വിചാരിച്ച, പക്ഷെ സാസ്കെ ആയിരിക്കില്ല. അവർ നേരെ ആക്രമിക്കാൻ വരിക നമ്മുടെ അപ്പാപ്പനായിരിക്കും. അപ്പാപ്പനെ എന്തുകൊണ്ട് ആക്രമിക്കാൻ വരുന്നതെന്ന് വിചാരിച്ച് കാക്കുറക്ക് പേടിയുണ്ടെങ്കിലും അവൻ്റെ മുമ്പിലോട്ട് തന്നെ വന്നിക്കും. അപ്പം ഇനി സാക്കുറയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് സാക്കുറന് മുമ്പിലാണെങ്കിൽ സാസ്കയും വന്ന് നിൽക്കും. അപ്പോഴാണ് മക്കളെ ട്വിസ്റ്റ്. ഈ 2 ആൾക്കാർ മടക്കി ലോക്ക് ചെയ്ത് കഴുത്ത് കൈയിട്ട് പിടിച്ച് കുലുക്കാണ് കക്കാശി. എടുത്തിട്ടടിക്കുകയാണ്. ആക്ച്വലി കക്കാശി എല്ലാ നേരത്തെ മരണപ്പെട്ടത് കക്കാശി സബ്സ്റ്റിറ്റ്യൂഷൻ ജുട്സ് ഉപയോഗിച്ചിട്ട് കക്കാശിൻ്റെ മരണപ്പെട്ടതല്ല, കക്കാശിൻ്റെ ഉള്ളിലുള്ള മരക്കഷ്ണങ്ങൾ അവിടെ ഇട്ടിട്ട് കക്കാശി പോവുകയായിരുന്നു. ഇതൊന്നും അറിയാതെ ഈ 2 മണ്ടം വില്ലന്മാർ ഇവരായിട്ട് ഫൈറ്റ് ചെയ്യായിരുന്നു. പിന്നെ കാക്കാശി അവരുടെ ധീരതയൊക്കെ കണ്ടിട്ട് അവർ അഭിനന്ദിക്കാനായിട്ട് തുടങ്ങും. പിന്നെ നാറൂട്ടോനോട് പറയും, നിന്നെ ആക്രമിച്ച ടൈമിൽ നിൻ്റെ അടുത്തേക്ക് വരാൻ കഴിയാത്തതിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറയും നാറൂട്ടോയോട്. ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നാറൂട്ടോൻ്റെ കയ്യിലൊരു മുറിവ് കാണുക. അത് അവരുടെ ബ്ലേഡ് തട്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അപ്പാപ്പ പറയും, ഈ ബ്ലേഡിൽ എന്തായാലും വിഷം പറ്റിയിട്ടുണ്ടാവും, അത് നമുക്ക് ക്യൂർ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളെ വില്ലന്മാരെ പിടിച്ച് ചോദ്യം ചെയ്യാണ് കക്കാശി. ആദ്യം തന്നെ കക്കാശി പറയും, നിങ്ങൾ ആദ്യം തന്നെ നമ്മളെ വാച്ച് ചെയ്തപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വില്ലന്മാരെ ഒന്ന് അന്തം വിടും. പിന്നെ കക്കാശി പറയും, ഈ നട്ടുച്ച വെയിലത്ത് വരുന്ന വഴിയിൽ ആ വെള്ളക്കെട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ 100% ഉറപ്പിച്ചു അങ്ങനെ ഒരാളുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ആദ്യം തന്നെ മാറി നിന്നതെന്ന് കക്കാശി പറയും. ആക്ച്വലി കക്കാശിക്ക് ഇവരെ എന്തിന് ഇങ്ങനെ ഫോളോ ചെയ്ത് ഈ മുത്തശ്ശൻ ആക്രമിച്ചതെന്ന് അറിയണമായിരുന്നു. കക്കാശിക്ക് മനസ്സിലായി ഈ മുത്തശ്ശനും മോനും കൂടി എന്തോ വലിയ പണി ഒപ്പിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും വലിയ ശത്രുക്കളെന്നൊക്കെ പറയും. അപ്പോൾ മുത്തശ്ശൻ പറയും, ആക്ച്വലി ഇത് ബി റാങ്ക് മിഷനാണ്. ഈ ബി റാങ്ക് മിഷന് അത്രയും ക്യാഷ് കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഈ സി റാങ്ക് മിഷന് വേണ്ടിയിട്ട് നിങ്ങളെ കുട്ടികളെയൊക്കെ ഞാൻ വിളിച്ചു കൊണ്ടുവന്നതെന്ന് പറയും. ഇത് കേട്ട് സാക്കുറ പേടിച്ചിട്ട് നമുക്കിനി ഇവിടെ നിൽക്കണ്ട, ഇതെന്തായാലും മാറിക്കൊണ്ടുവന്നല്ലേ, നമുക്ക് റീഫ് പോയി റിപ്പോർട്ട് ചെയ്യാമെന്ന് പറയും. നാറൂട്ടാണെങ്കിൽ തനിക്ക് കിട്ടിയ മിഷനും മുറിവൊക്കെ ആലോചിച്ച് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ കക്കാശി പറയും, ഇനിത് ലീഫ് കൊണ്ട് ക്യൂർ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പണിയുള്ള കാര്യമാണ്. ഇതിൽ എന്താ ചെയ്യുക ക്യൂർ ചെയ്യാനെന്ന് എല്ലാവരും ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നറൂട്ടോ
ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കാര്യം ചെയ്യും. നറൂട്ടോ സ്വന്തം കുനായി തന്നെ മുകളിലേക്ക് ഉയർത്തിയിട്ട് കയ്യിലേക്ക് കുത്തി മുറിവാക്കും. ആ മുറിവിൽ വിഷം പുരണ്ട എല്ലാ രക്തവും പുറത്തേക്ക് ചുറ്റും. ഇത് കണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. ഇതാണെങ്കിൽ നറൂട്ടോ ആണെങ്കിൽ അവൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ദിവസവും വളരെ കഠിനമായ പ്രാക്ടീസ് തന്നെ ചെയ്യും. അതുകൊണ്ട് ഇതൊക്കെ ഇത്രയും പ്രാക്ടീസ് ചെയ്യുന്ന എനിക്ക് വെറും പുല്ലെന്ന് പറഞ്ഞിട്ടാണ് നറൂട്ടോ ഇത് ചെയ്യുന്നത്. നറൂട്ടോൻ്റെ കയ്യിൽ ആ വിഷം പുരണ്ട രക്തം പോരാതെ അവൻ്റെ ശരീരത്തിലുള്ള മുഴുവൻ രക്തവും പോരുമ്പോൾ നീ അധികം വൈകിട്ട് തട്ടിപ്പോകുമെന്ന് കക്കാശി പറയും. ഇത് കേട്ട് നറൂട്ടോ ആണെങ്കിൽ എനിക്ക് മരിക്കണ്ട, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കളിക്കും. അപ്പോൾ കക്കാശി ഞാൻ നിൻ്റെ കൈ സ്റ്റിച്ച് ചെയ്ത് തരാം, കെട്ടിത്തരാമെന്ന് പറഞ്ഞ് കക്കാശി അതിലോട്ട് നോക്കുമ്പോഴായിരിക്കും അവൻ്റെ ഉള്ളിലുള്ള നയൻ ടൈലിൻ്റെ പവർ കാരണം അവൻ്റെ മുറി തന്നാലെ ഹീലായി ഉണങ്ങിപ്പോകുന്നത് കാണാം. അപ്പോൾ ഈ കക്കാശി ഞെട്ടും. അപ്പോൾ നിങ്ങളെന്താ കെട്ടാത്തത്, ഞാനിപ്പോൾ മരിച്ചു പോകും നറൂട്ടോ വയ്ക്കുമ്പോൾ ഒന്ന് പോച്ചേക്കാ നിൻ്റെ ഉണ്ടക്കൈ ഏറ്റെന്ന് പറഞ്ഞിട്ട് ആ കക്കാശി ഒരു ചെറിയ കെട്ടിട്ട് കൊടുക്കും. ഇവിടെ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ടപ്പ ചെങ്ങായിനെ കാണിക്കും, മാസ്കൊക്കെ കെട്ടിയ. അപ്പുറത്തൊരു കണ്ണാടി ഇട്ടവൻ പറയും നമുക്ക് ആ വയസ്സൻ ആ അപ്പാപ്പനെ കിട്ടിയില്ല, ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. ആക്ച്വലി ഗ്രൂപ്പിൻ്റെ പേരാണ് ഡീമൺ ബ്രദേഴ്സ്. ഈ ഡീമൺ ബ്രദേഴ്സിൻ്റെ ലീഡർ പേരാണ് സാബൂസ മൊമോച്ചി. അവനെ ഞാൻ എന്തായാലും വിടില്ല എന്ന് പറഞ്ഞ് ഈ സാബൂസ അലറിക്കാറും. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എപ്പിസോഡ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് മീ ആനിമി കിങ്.